എല്ലാവർക്കും നമസ്കാരം. സ്പിരിച്വാലിറ്റി 1111 എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ മറ്റൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 777 ടെക്നിക്ക്. 777 ടെക്നിക്ക് അഥവാ 777 ടെക്നിക്ക്. ഈ ടെക്നിക്ക് നമ്മൾ വെറും 7 ദിവസം കൊണ്ട് എങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങാം. അല്ലെങ്കിൽ ചിലവർക്ക് 7 ദിവസം കൊണ്ട് തന്നെ നടന്ന എക്സ്പീരിയൻസസ് ഉണ്ട്. പക്ഷെ ചിലവർക്ക് 7 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത് ഒരു ബുക്ക് എടുക്കുക, ഒരു പേന എടുക്കുക. നിങ്ങൾ എപ്പോഴും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊരു ജേണൽ എപ്പോഴും നിങ്ങൾ കരുതി വയ്ക്കുക. അവിടെ ഇവിടെ എഴുതി വയ്ക്കാതെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അത് പോകാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ട്രൈ ടു യൂസ് ബ്ലൂ, ഗ്രീൻ ഓർ റെഡ് ഇങ്ക്. ഒരിക്കലും ബ്ലാക്ക് യൂസ് ചെയ്യരുത്. ബ്ലാക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഇത് പ്രകാരം ബ്ലാക്ക് ഒരു നെഗറ്റിവിറ്റിയാണ്. സോ അതർ 3 കളേഴ്സ് എപ്പോഴും യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ പിങ്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഈ 777 ടെക്നിക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം രാവിലെ 7 തവണ, വൈകിട്ട് 7 തവണ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ. ഇപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടിലൊരു 50,000 രൂപ വേണം. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അത് നടന്നു കഴിഞ്ഞ പോലെ എഴുതുക. അതല്ലാന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ എഴുതുക. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരിക്കലും ഫ്യൂച്ചർ വെച്ച് സെലക്ട് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് എഴുതാം. മൈ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് 50,000 റുപ്പീസ്. താങ്ക് യു യൂണിവേഴ്സ്. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി വെച്ച് തുടങ്ങുക. അത് വളരെയധികം മാനിഫെസ്റ്റേഷൻ്റെ പവർ കൂട്ടുന്നൊരു സംഭവമാണ്. അത് ഇപ്പോൾ കമ്പൽസറി എന്നല്ല പറയുന്നത്, പക്ഷെ അത് ആ 2 വാക്കുകൾ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് വേർഡ്സാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് വേർഡ്സിൻ്റെ പവർ നിങ്ങൾക്ക് അറിയാനിട്ടാണ്. അത് ഗ്രാറ്റിറ്റ്യൂഡ് എത്രത്തോളം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം അത്രത്തോളം ഫാസ്റ്ററായിരിക്കും. 3x ആയിരിക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ 50,000 ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ യൂണിവേഴ്സ് 70,000 തരും. അതാണ് ആ ഗ്രാറ്റിറ്റ്യൂഡ് വേർഡ്സിൻ്റെ ടെക്നിക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് മൈ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് 50,000 റുപ്പീസ്. താങ്ക് യു യൂണിവേഴ്സ്. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഇതേപോലത്തെ ഒരു ആഗ്രഹം നിങ്ങൾ അതായത് ഈ സെയിം നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു സെയിം അഫർമേഷൻ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യുക. കൺസ്ട്രക്റ്റ് ചെയ്തതിന് ശേഷം രാവിലെ 7 തവണ, വൈകിട്ട് 7 തവണ എഴുതുക. 7 ദിവസവും എഴുതുക. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് 7 ടൈംസ്. മോർണിംഗ് 7, വൈകിട്ട് 7. ഞാൻ എപ്പോഴും പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ടൈം ഫോർ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ എണീറ്റ് കഴിഞ്ഞുള്ള ആ ഒരു ടൈമും അതുപോലെ തന്നെ ആ ടൈമിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാം റീപ്രോഗ്രാം ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാനുള്ളൊരു ടൈമാണ്. ആ ഒരു നമ്മൾ ആ ഒരു റിയാലിറ്റി നമ്മളിപ്പോൾ ഉറങ്ങി എണീറ്റിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് നമ്മൾ റിയാലിറ്റിയിലല്ലാത്ത ടൈമാണ്. നമ്മൾ ആ ടൈമിലേക്ക് വരാൻ നമ്മൾ തന്നെ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ടൈമിൽ എപ്പോഴും ചെയ്യുക. കിടക്കുന്നതിന് തൊട്ട് മുന്നും നമ്മൾ ഈ ടെക്നിക്സ് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം നമ്മുടെ മൈൻഡിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ രാത്രി കിടക്കുമ്പോൾ നല്ല കാര്യങ്ങൾ വിചാരിച്ച് കിടക്കണം, ദൈവത്തെ വിളിച്ച് കിടക്കണം, അല്ലെ ഭഗവാനെ പ്രാർത്ഥിച്ച് കിടക്കുന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത് വെറുതെ അല്ല. അതിനൊക്കെ ഓരോരോ സയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളതങ്ങനെ പറയുന്നത്. അപ്പോൾ എപ്പോഴും ട്രസ്റ്റ് ദ യൂണിവേഴ്സ് ആൻഡ് ഡൂ ദ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ 7 തവണ, കിടക്കുന്നതിന് തൊട്ട് മുന്നേ 7 തവണ. ആ ഒരു ടൈമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ നിങ്ങൾക്കത് ഇതുപോലെ കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് സെയിം മോർണിംഗ് 7, നൈറ്റ് 7 ഫോർ 7 ഡേയ്സ് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലെറ്റ് ഇറ്റ് ഗോ ദാറ്റ് നിങ്ങളുടെ ആ വിഷ് നിങ്ങൾ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. നെക്സ്റ്റ് വിഷ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത വിഷ് നിങ്ങൾ അടുത്ത ഡേ ഈ 7 ദിവസം കഴിഞ്ഞിട്ട് 8th ഡേ തൊട്ട് നിങ്ങളുടെ നെക്സ്റ്റ് നെക്സ്റ്റ് വിഷ് ഈ ടെക്നിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഇപ്പോൾ ചിലർക്ക് ഈ 555 ടെക്നിക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയുള്ളവരാണ്. കാരണം 55 തവണ എഴുതണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് അവർക്കൊക്കെ ഉള്ളൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് 7, അതായത് 777 ടെക്നിക്ക്. 777 ടെക്നിക്കിൻ്റെ നമുക്ക് 7 ആഴ്ചയുണ്ട്, നമുക്ക് മീൻസ് 7 ദിവസമാണ് ഒരാഴ്ചയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫായിട്ടും ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നൊരു നമ്പറും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. എപ്പോഴും മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എപ്പോഴും മൈൻഡ് ക്ലിയർ ചെയ്യുക, നിങ്ങളുടെ എനർജി വൈബ്രേഷൻ കൂട്ടുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റിവിറ്റീസ് മാറ്റി വയ്ക്കുക, ലൈഫ് ചെയ്ത് കഴിയുന്നതും നെഗറ്റിവിറ്റീസ് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ എനർജി തന്നെ നാച്ചുറലി നമുക്ക് വൈബ്രേഷൻ നമ്മുടെ കൂടിയതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഹാപ്പി ആയിട്ടിരുന്ന് എഴുതുക. ഒരിക്കലും കരഞ്ഞുകൊണ്ടോ വിഷമിച്ചുകൊണ്ടോ പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോൾ വിഷമിച്ചുകൊണ്ടോ ഒന്നും ആ ഒരു എനർജിയിൽ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ മനസ്സുകൊണ്ട് ഹാപ്പി ആവുക, മനസ്സുകൊണ്ടല്ല, മീൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹാപ്പി ആവുക. എന്നിട്ട് നിങ്ങൾ ഈ ടെക്നിക്സുകൾ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, വീട്ടിൽ അമ്മോട് വഴക്കിട്ടിട്ട് നേരെ വന്നത് ചെയ്യരുത്. അപ്പോൾ നിങ്ങളുടെ എനർജി വേറെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങളെപ്പോഴും നല്ല കാര്യങ്ങൾ ആലോചിക്കൂ. ഇപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന ടെക്നിക്സ്, ആ ടെക്നിക്ക് ഇപ്പോൾ നിങ്ങൾ 50,000 രൂപ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് നടന്ന പോലെ ആദ്യം മനസ്സിൽ സങ്കല്പിക്കൂ. അതങ്ങനെ മനസ്സിൽ സങ്കല്പിക്കും, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ ഫ്രീക്വൻസി എല്ലാം കൂടും, ഹൈ ആവും. കാരണം നിങ്ങൾ ആ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ എനർജി ലെവൽ അറ്റ് ദ പീക്കായിരിക്കും. ആ ഒരു വൈബ്രേഷനിൽ നിന്നുകൊണ്ട് എഴുതുക. ഓക്കെ.